കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളിന്നൊരു ബഡ്ജറ്റ് വാഹനമായിട്ട് വന്നേക്കണം. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് 1,00,000 റേഞ്ചിൽ നമുക്ക് വാഹനങ്ങൾ ഉണ്ടോ. 1,00,000 റേഞ്ചിൽ ഇതൊരു ഐട്ടൺ ആയിട്ടാണ് നിങ്ങൾ വന്നേക്കണം. ഐട്ടൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ബേസ് മോഡലൊന്നുമല്ല. പവർ വിൻഡോസ് വരുന്നുണ്ട്, റിയറിൽ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, ഇൻറ്റീരിയേഴ്സ് നല്ല ക്ലീൻ ഇൻറ്റീരിയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, 4 നല്ല കണ്ടീഷൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് വന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. 2009 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുവരാം. ഫുള്ള് കവർ ചെയ്യേണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐട്ടൺ. അപ്പോൾ ഐട്ടൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ റേറ്റ് കുറച്ചാണ് ഐട്ടൺ സെയിലാക്കുന്നത്. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ നമുക്ക് സാധാരണ ഐട്ടണൊക്കെ 1,50, 1,40 റേഞ്ചൊക്കെ വരുമ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് അറൗണ്ട് 1,00,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ റിയറിൽ നോക്കുകയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്, അതുകൂടെ തന്നെ റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. 1.2 കാപ്പോ എഞ്ചിനാണ് വന്നേക്കുന്നത്. പിന്നെ തരക്കേടില്ലാത്ത പിക്കപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. പെട്രോളാണ്. അപ്പോൾ പിന്നെ ടയേഴ്സ് നോക്കാം. ടയേഴ്സൊക്കെ നല്ല ഗ്രിപ്പും നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഐട്ടൺ എന്ന് പറഞ്ഞ വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഓൾട്ടോ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഐട്ടൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ആ ഒരു റൈഡിങ് കംഫോർട്ടും ഒരു സ്റ്റാൻഡേർഡും ഉണ്ട്. കാരണം ഒട്ടുമിക്ക ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക പ്രൊഫഷണൽ രംഗത്ത് ഇപ്പോൾ ഡോക്ടർമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ മെയിനായിട്ട് പ്രിഫർ ചെയ്തൊരു വാഹനം കൂടിയാണ് ഈ ഒരു ഐട്ടൺ വന്നേക്കണം. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല ഭംഗിയാണ്. അത് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ റൂഫും എല്ലാ കാര്യങ്ങളും നോക്കിയേക്കാം. റൂഫൊക്കെ നോക്കാം, കണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കതേ ഇതിൻ്റെ വീലാർസിൻ്റെ എയർ കണ്ടീഷൻ നോക്കാം. വീലാർസൊക്കെ പക്ക കണ്ടീഷനിലിരിക്കണം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് കാണാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് വരാം. ലിഡിൽ ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ലിഡിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ ഇത് നോക്കാം, വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് അങ്ങനെ കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും ബമ്പേഴ്സ് നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന 2 ഡോറാണ്. 2 ഡോറ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സൊക്കെ ഓക്കെയാണ്, നീറ്റായിട്ടിരിക്കുന്നു. റിയർ ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ടയേഴ്സ് നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കണം. JK ടയറാണ് നിൽക്കണേ. സൈഡ് പോർഷൻ കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ സ്പോയിലർ വരുന്നുണ്ട്, റിയറിൽ ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്. 1.2ൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതാ ഇവിടെ ചെറിയൊരു ടച്ചപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ആ സംഭവം നമുക്കിവിടെ കാണാം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ചെറിയ രീതിയിലുള്ള ഡാമേജൊക്കെ നമുക്കിവിടെ കാണാം. റിയറിൽ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻസറൊക്കെ വർക്കിംഗ് ആണ്. ഇവിടെ ആയാലും ചെറിയൊരു ടച്ചപ്പിൻ്റെ ഒരു സംഭവം നമുക്കിവിടെ കാണാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ വണ്ടിയിൽ കാണാനുള്ളൂ. പക്ഷേ ബോഡിക്ക് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ നമുക്കിവിടെ കാണാം. ഡോറിന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടല്ലോ. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാം. പവർ വിൻഡോസ് വരുന്നുണ്ട്, 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സ് നിൽക്കുന്നുണ്ട്. വിത്ത് ഹ്യുണ്ടയുടെ ബാഡ്ജിങ് വരുന്ന സീറ്റ് കവേഴ്സൊക്കെയാണ് വന്നേക്കണേ. പിന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇവിടെ കീയൊക്കെ ഉണ്ട്. കീയൊക്കെ ജസ്റ്റ് പവർ ഓൺ ചെയ്യാം. 1,14,000 കിലോമീറ്റർ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ വന്നിങ്ങനെ. പ്ലാറ്റ്ഫോമൊന്നും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ ഡോർ പാഡ്സ് ആയാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്സാണ്. റിയർ ബാർ സീറ്റ്സ് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ റൂഫ് നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡോർ പാഡ്സൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. സീറ്റ് കവേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സും കൂടെ കാണാം. അതേപോലെ ഹെഡ് റെസ്റ്റൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഹെഡ് റെസ്റ്റും കൂടെ കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലെഗ് റൂം നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഭംഗി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എഞ്ചിൻ ഭാഗം ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ഇനി ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം എങ്ങനെയായിരിക്കുന്നു. കാരണം റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ എഞ്ചിനൊക്കെ ഡാമേജ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ലീക്കേജൊക്കെ ഉണ്ടോ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഞ്ചിൻ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററി നോക്കാം. ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററിയാണത്. എഡ്ജസൊക്കെ നോക്കാം. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് എഡ്ജസ്റ്റിലും കിട്ടുന്നില്ല. നല്ല വൃത്തിയിൽ തന്നെ ഭംഗി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ക്യാമറ നമുക്ക് പോസ് ചെയ്തിട്ട് സൂം ചെയ്തൊക്കെ നോക്കാം. ഇത് ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലിഡിലേക്കൊന്ന് വരാം.
ലിഡിൽ ചെറിയ രീതിയിലുള്ള ഡാമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ചെറിയ രീതിയിലുള്ള പൊട്ടിക്കുള്ള പാച്ചും കാര്യങ്ങളൊക്കെ കാണാം. വേറെ കംപ്ലയിൻസൊന്നും നമുക്ക് ഈ വാഹനത്തിൽ എൻജിൻ റൂമിൽ കാണാനില്ല. നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. വളരെ നീറ്റാണ്, നന്നായി നീറ്റാണ്. അതേപോലെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വൃത്തി തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ടയേഴ്സ് നോക്കാം. ടയേഴ്സ് ആയാലും നല്ല ഗ്രിപ്പില്ല, ഹാഫ് ഗ്രിപ്പുള്ള ടയേഴ്സ് എത്തുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ എഡ്ജസിലേക്ക് വരാം. എഡ്ജസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാം. നല്ല വൃത്തി തന്നിരിക്കുന്ന എഡ്ജസ്. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വാഹനം എത്രയും പെട്ടെന്ന് സെയിലായി പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 1,00,000 രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വെച്ചതാണ്. അപ്പോൾ 1,00,000 രൂപയ്ക്ക് ഒരിക്കലും നമുക്കൊരു ഐറ്റമൊന്നും ഒരു കാലത്ത് സ്വന്തമാക്കാൻ പറ്റില്ല. പിന്നെ അത്രയ്ക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ വണ്ടികളും കംപ്ലൈൻറ്റുള്ള വണ്ടികളൊക്കെയാണ് നമുക്ക് കിട്ടണം. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ബോഡി ക്വാളിറ്റി നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. പവർ വിൻഡോസ്, 4 പവർ വിൻഡോസും, അതുപോലെ AC, മ്യൂസിക് സിസ്റ്റം, റിയറിൽ വൈപ്പർ, ഡീഫോഗർ, 4 കണ്ടീഷൻ ടയേഴ്സ്, ഇതൊക്കെ വരുന്ന നല്ല കലക്കൻ പെട്രോൾ വണ്ടിയാണത്. അപ്പോൾ വേണ്ട സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കാം. സെയിലായി പോയി കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അയക്കാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ